ഇതാണ് കേട്ടോ ഞങ്ങൾ ടൂർ പോയ ബസ്, ഡീലക്സ് എയർ ബസ്. എല്ലാവർക്കും നമസ്കാരം. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ട് തൊടുപുഴ ഡിപ്പോയിൽ നിന്നും സംഘടിപ്പിച്ച വയനാട് ട്രിപ്പിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഓരോന്നിനെ പറ്റിയും ഓരോ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണണേ. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് 900 കണ്ടി എക്കോ പാർക്കിൽ ചെല്ലുന്നവർക്കൊക്കെ KSRTCയുടെ ഉല്ലാസയാത്രയിൽ ബസ്സിൽ ചെന്നാൽ ഇതുപോലെയൊരു ടാഗ് തന്നാണ് നമ്മളെ പാർക്കിലേക്ക് വിടുന്നത്. ഇവിടെ നോക്കിയാൽ നല്ല മനോഹരമായിട്ട് ഞാൻ എടുത്തയച്ചു തരും. എല്ലാവർക്കും അയച്ചു തരും സാർ. അവിടെ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ, ആള് പൊളിയാ. ഇത് എളുപ്പമാണ്, ഈ തിലക്ക് ഇങ്ങനെ നടുക്ക് ആരെങ്കിലും ഒന്ന് അടിച്ചേ നല്ല രീതിയിൽ ശരിയാവൂല്ലേ. ഇത് വല്ലവരും വീണിട്ടുണ്ടോ മോനെ? ഉണ്ടെങ്കിലും പറയില്ല ഇപ്പൊ കണ്ടോട്ടോ, വിടുമ്പോ നോക്കിയോ കണ്ടോ ആ ഒരു പോക്ക് കണ്ടോ, ആ വിടുമ്പോഴുള്ള പോക്ക് ഒറ്റ പോക്കേ ഉള്ളോ? ഇല്ല അല്ല പറയണ്ട, സ്പീഡ് കുറഞ്ഞു, ഇനി നിക്കുന്നിടം വരെ ആയിരിക്കും സ്പീഡ് കുറഞ്ഞില്ല. ആദ്യത്തെ ആ ഒരു ഇതാ ആളെ കിട്ടുന്നില്ല. സാറി ഇങ്ങോട്ട് വാ. ഈ ആന്റിയുടെ പുറകെ ആളെ കിട്ടുന്നില്ല. 11 ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടന്നുകൊണ്ട് കാഴ്ചകൾ കാണുവാണ് കേട്ടോ. താഴേക്ക് നോക്കുമ്പോ പേടിയോ? താഴേക്ക് നോക്കണ്ട, താഴേക്ക് ഒത്തിരി നോക്കണ്ട. എന്താ അടിച്ചിട്ട് അത് എനിക്ക് മനസ്സിലാത്ത. താഴേക്ക് നോക്കുമ്പോ എങ്ങനെയാ പേടിയാണേന്ന്. എനിക്കൊരു പേടിയാണില്ല. ശരി ഇങ്ങോട്ടൊന്ന് കൈ വീശാവോ? എന്നാ പൊക്കോ. ഇനി മുഖമായിട്ട് കുറച്ചൊക്കെ നമുക്ക് കാണുന്നവർക്കറിയാം. പൊക്കോ. സത്യം. ഇത് കണ്ടോ, ഒരു ജയൻ്റ് സ്വിങ് അല്ലെങ്കിൽ ഒരു ഊഞ്ഞാല. ഈ ഊഞ്ഞാല കയറാൻ 200 രൂപയാണ് കേട്ടോ. 2 പേർക്ക് കയറാം, ഒരാൾക്ക് കയറാം. ഇത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവർ ഊഞ്ഞാലങ്ങ് അടിച്ചു വിടും. പണ്ട് മനുഷ്യൻ വലിയ പാറയുടെ അടിയിലും ഗുഹയിലും ഒക്കെ താമസിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയുള്ള വലിയ പാറയും അതെ ഗുഹകളും ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് മഴ നനയാതെ, മഴ നനയിൽ തന്നെയല്ല, ഇതിനകത്ത് മഴ പെയ്താൽ വെള്ളം നിൽക്കുകയോ ഇല്ല, ഒഴുകിപ്പോക്കോളും. അത്രയും ചെരുവ്, അത്ര ഉള്ള അതിൻ്റെ പരിപാടി. അങ്ങനെയുള്ളൊരു ഗുഹയാണിത്. ഇതിലൂടെ ഇതിന് മുമ്പ് വന്ന പിള്ളേരൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഗുഹയ്ക്കിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടോ, നല്ല വലിയ ഉണ്ടക്കല്ലുകളാണ്, പാറകൾ. ആ ഓ, ഇത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കുറച്ചുകൂടെ എല്ലാവരെയും അടുത്ത് കിട്ടുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടേ സൂപ്പറാ. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകളാണ്. ആടുന്ന ഒരു പാലമാണ്, ഈ ഗോവണി എന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബിലൊക്കെ എപ്പോഴും കാണിക്കണ ഈ സംഭവമല്ല അത് ഇതൊക്കെ. ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി കേട്ടോ. ഈ വലയ്ക്കകത്തോടെ പോയിട്ട് അങ്ങപ്പുറത്ത് വേറൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. മണി മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും കൃത്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യങ്ങൾ കാണാനും പറ്റി. അപ്പം നിങ്ങളും ഇതുപോലെ KSRTCയോട് നിന്നുള്ള ടൂർ പോകുകയാണെങ്കിൽ നിങ്ങൾക്കും കുറഞ്ഞ പണം മുടക്കിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി.